എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് കുട്ടികളിലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ട്, അതെങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാം. പലപ്പോഴും കുട്ടികളിലെ ചില പെരുമാറ്റങ്ങൾ പാരൻസ് അവഗണിക്കാറുണ്ട്. അതായത് അവൻ കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്, നമ്മൾ പറയില്ലേ കുസൃതി കൂടുതലാണ്, അല്ലെങ്കിൽ അവൾക്കൊരു ഡിസിപ്ലിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാറുണ്ട് പലപ്പോഴും. ചില സമയങ്ങളിൽ അത് ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിൻ്റെ ലക്ഷണമായിരിക്കാം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മുന്നേ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുഞ്ഞിനെ എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സത്യം. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും പാരൻസ് അതെങ്ങനെ തിരിച്ചറിയണമെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് അല്ലേ, ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഈ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. ADHD ഉള്ള ഒരു കുട്ടിക്ക് ശാന്തമായി ഒരു സ്ഥലത്ത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ഹൈപ്പർ ആയിരിക്കും. അതുമാത്രമല്ല കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അതുപോലെ ഓർമ്മശക്തിയും കുറച്ച് കുറവായിരിക്കും, മറന്നു പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും അമ്മമാർ പറയുന്ന ഒരു കംപ്ലൈൻറ്റും അങ്ങനെയാണ്, കുട്ടി ഒന്നും ഓർമ്മിച്ച് വെക്കുന്നില്ല. ADHD കണ്ടുപിടിക്കാനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഒരു ടീച്ചർ നമ്മൾക്ക് വീട്ടിൽ ചിലപ്പോൾ നമ്മൾക്ക് അത്രത്തോളം മനസ്സിലാവണം എന്നില്ല, പക്ഷേ ക്ലാസ് റൂമിൽ ഒരു ടീച്ചറിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അവനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഒരു കാര്യവും പഠിപ്പിക്കാനായിട്ട് അവൻ ഇരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ തന്നെ പറയാറുണ്ട്, കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, ഒരു 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 30 സെക്കൻഡ് ഒന്ന് ഇരിക്കുന്നു, പിന്നെ എഴുന്നേറ്റ് പോകുന്നു, ക്ലാസ് ഫുൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അതൊക്കെ തന്നെയായിരിക്കും സിംറ്റംസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പലപ്പോഴും പാരൻസിൻ്റെ ഒരു കംപ്ലയിൻറ്റും അങ്ങനെയാണ്, മോനൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നത്. ADHD എന്ന് പറയുമ്പോൾ അതങ്ങനെ വലിയൊരു ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മൾ പാരൻസ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വഴക്ക് പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. കാരണം മോന് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങളിങ്ങനെ നിരന്തരം ശകാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിനൊരു സൊല്യൂഷൻ അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കി കൊടുക്കുക. വലിയ എന്തെങ്കിലും ഹോംവർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആക്കി അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത്. ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്, അഥവാ ASD. ഓട്ടിസം നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടിസം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക്. പിന്നെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓട്ടിസം ആയിട്ടുള്ളൊരു കുഞ്ഞിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്നൊരു സിംറ്റം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ ഡിലേ ആവുക, സ്പീച്ച് ഡിലേ ആവുക, അത്തരത്തിലുള്ള സിംറ്റംസും കാണിക്കാറുണ്ട് ഓട്ടിസം ആയിട്ടുള്ളൊരു കുഞ്ഞ്. ചില പാരൻസ് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മോന് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇഷ്ടം, സോളോ പ്ലേ അല്ലേ. അപ്പോൾ അത് ഈ ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടിട്ട് അയ്യോ എൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ് അങ്ങനെയല്ല. നമ്മൾക്ക് ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കത് അതിനൊരു ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ ഓട്ടിസ്റ്റിക് ആണ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ 1-2 ലക്ഷണമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നോക്കണം, നിരന്തരം കുഞ്ഞിനെ നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കുക. കാരണം നേരത്തെ ഉള്ളൊരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അത് കുഞ്ഞിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾക്ക് ഒക്യുപ്പേഷൻ തെറാപ്പിയിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും ഇത്തരത്തിലുള്ള സിംറ്റംസിനെ വളരെ വേഗത്തിൽ നമ്മൾക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇനി മൂന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആണ്. അതായത് അമിതമായുള്ള പേടി, സ്കൂളിൽ പോകാൻ പേടി, പാരൻസ് അടുത്തില്ലെങ്കിൽ പേടി, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ പേടിക്കുന്നത്, പിന്നെ ചില കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ സ്റ്റൊമക് പെയിൻ, ഹെഡേക്ക്, അങ്ങനെ തലവേദന, വയറുവേദന, അത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. ഇതൊക്കെ ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. പാരൻസ് ചെയ്യേണ്ടത് അവരെ ദയവ് ചെയ്ത് നിങ്ങൾ കളിയാക്കാതിരിക്കുക. അതായത് ഇപ്പോൾ പേടിക്കുന്നു, അയ്യേ നിനക്ക് ഇതൊക്കെ പേടിയാണോ, അയ്യേ ഇത്ര ചെറിയ കാര്യം പേടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ പേടിയാണോ, ഇങ്ങനെ പേടിയാണോ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവനുണ്ടല്ലോ ഇവനിങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഭയങ്കര പേടിയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ വെറുതെ തമാശയ്ക്ക് പറയുന്നതായിരിക്കും. പക്ഷേ അത് വേണ്ട, അതങ്ങ് ഒഴിവാക്കിയേക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞിൻ്റെ ആ ഒരു പേടി എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി പറയാനുള്ളത് ഡിപ്രഷനെ കുറിച്ചാണ്, ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ. കാരണം പലപ്പോഴും
പലരും വിചാരിക്കും കുട്ടികൾക്ക് ഡിപ്രഷൻ വരില്ല എന്ന് പലരും വിചാരിക്കും. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. കുട്ടികളിലും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൂടുന്നൊരു അവസ്ഥ. അതായത് പെട്ടെന്ന് അത്രയും ഒരു ദേഷ്യം കാണിക്കാത്തൊരു കുട്ടിയായിരിക്കും, പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ സാഡ്നെസ്, ഇങ്ങനെ ഒന്നിനും ഒരു മൂഡില്ല എന്ന് പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. മുന്നേ കളിച്ചിട്ടുള്ള കളികൾ പോലും ഇപ്പോൾ കളിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ മിണ്ടുന്നില്ല, ഒരു ഇൻട്രസ്റ്റ്, മൊത്തത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ്. എനർജി വളരെ കുറവായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പാരൻസിന് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ഈസിയാണ്. നന്നായിട്ട് കുഞ്ഞിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം കുഞ്ഞിത് ഈ ഒരു ബിഹേവിയർ ഇഷ്യൂ, ഈ ഒരു ബിഹേവിയർ ചേഞ്ച് വളരെ പെട്ടെന്നായിരിക്കും കാണിക്കുന്നത്. ഇത്തരത്തിൽ ആങ്കർ ഇഷ്യൂസ്, ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊക്കെ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിന് കണ്ടുപിടിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടുക. ഇനി വരുന്നത് LD അഥവാ ലേണിംഗ് ഡിസോർഡർ. കുട്ടി ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കും, പക്ഷേ റീഡിംഗ്, റൈറ്റിംഗ്, മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കാൽക്കുലേഷൻസ്, പ്രോബ്ലം സോൾവിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ചിലപ്പോൾ പറ്റണം എന്നില്ല. ആള് വളരെ ഇന്റലിജന്റ് ആണ്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിനൊരു എക്സാമ്പിൾ ഡിസ്ലെക്സിയ പോലുള്ളതാണ് അതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കാരണം കുഞ്ഞിന് ലെറ്റേഴ്സ് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കുഞ്ഞിന് അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാരൻസ് എന്ത് വിചാരിക്കും, കുഞ്ഞിന് വായിക്കാൻ പറ്റും, ഞാൻ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഇത്രയും വലിയ കുട്ടിയായി എന്നിട്ട് എന്തുകൊണ്ട് വായിക്കുന്നില്ല, മടിയാണ്, പഠിക്കാൻ മടിയാണ്, അവന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ ശകാരിക്കളി, കുഞ്ഞിനെ ഒത്തിരി വഴക്ക് പറയും, കുഞ്ഞിനെ ചിലപ്പോൾ കളിയാക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ലേണിംഗ് ഡിസോർഡറിന്റെ സിംറ്റം ആയിരിക്കും ഈ കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മുന്നേ കൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തതല്ല, കുട്ടിക്ക് അത് മനസ്സിലാകുന്നില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ലെക്സിയൊക്കെ വന്ന ഉള്ളൊരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെറ്റേഴ്സ് മിക്സ് ആയി കിടക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത്? അപ്പം അത് എന്താണ് സംഭവം എന്ന് കുഞ്ഞിന് അറിയില്ലല്ലോ. ഇതാണ് അവസ്ഥ എന്നുള്ളത് കുഞ്ഞിനും അറിയില്ല, നിങ്ങൾക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ കുഞ്ഞിന് അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അസസ്മെന്റ് എടുക്കുക, കുഞ്ഞിന് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കുക, എന്നിട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ ഡിസോർഡേഴ്സും നമുക്ക് തെറാപ്പി കൊണ്ട് ഒരു പരിധിവരെ നമ്മൾക്ക് ഓക്കെ ആക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരൻസിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഈ ഒരു കാര്യത്തിലും കൂടിയാണ് കേട്ടോ. കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബിഹേവിയറിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ, കുഞ്ഞിനെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി അത്രയും സമയം നിങ്ങൾ കളയുന്നതിന് പകരം എന്താണ് ആ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ മുന്നേ കുട്ടി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങളുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. നിങ്ങൾ മനസ്സിലാക്കുക, വഴക്ക് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. കുഞ്ഞിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കുഞ്ഞിനെ മനസ്സിലാക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് നിങ്ങൾ തേടുക എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഫ്യൂച്ചർ വളരെ ഹെൽത്തി ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്.